ബാപ്പ 2 കൊല്ലായി കീറിയ ബാഗ് കൊണ്ട് സ്കൂളിൽ പോന്ന്. ഇപ്രാവശ്യം കണക്ക് പുതിയ ബാഗ് വേണം. മഴയായോണ്ട് ബാപ്പാക്ക് പണിയില്ലേറ്റല്ലേ മോളെ. ഇനി പണിക്ക് പോയാ പാപ്പ എന്തായാലും നോക്കും ബാഗ് വാങ്ങി തരും കേട്ടാ. ആരോ വരുന്നുണ്ടല്ലോ. ഈ തേപ്പിന്റെ പണിക്ക് വന്ന് നൗഷാദ്. ഞാൻ തന്നെയാ. അതെയാ? എന്റെ വീട്ടിന്റെ സീലിംഗ് അടന്നു പോകുന്നുണ്ട്. അതുപോലെ ചുമരിന്റെ എല്ലാം വിള്ളലുണ്ട്. അപ്പൊ അതൊന്ന് തേച്ചു വരുവാ. ഞാൻ വരാം. അതെയാ? എന്റെ വീട് അറിയങ്ങൾക്ക് ഇല്ല. നമ്മളെ വിക്ടറി മില്ലിന്റെ മുതലാളിയില്ലേ കലന്തർ ഷാ? അയാള് വീട്ടിന്റെ അടുത്താണ്. നിങ്ങൾ വരുവാ? ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ നടക്കും. ബാപ്പ പണിയിട്ടില്ലേ? ഇന്ന് എന്തായാലും പുതിയ ബാഗ് വാങ്ങിച്ചേരണം. ഇന്ന് നിനക്ക് ബാഗ് വാങ്ങിട്ട് തന്നെ ബാക്കി കാര്യം. ഓക്കെ? എന്തേ? കുറച്ച് വെള്ളം. അല്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ വെള്ളം കുടിക്കണ്ടെന്ന്? എന്റെ അപ്പ. അല്ല, നാളെ ഡയാലിസിന് പോണ്ടേ? എനിക്ക് ഓർമ്മയുണ്ടപ്പ, അറിയാം. അവനെന്തെങ്കിലും കൂലി കൊടുക്കണ്ടേ? ആ വണ്ടിക്ക് വെച്ച പൈസ ഇല്ലേ, അത് എടുത്തിട്ട് കൊടുക്ക. ഇപ്പൊ വണ്ടിക്കോ? ദൈവം എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും. അല്ല, അവനവിടെ കാണുന്നില്ലല്ലോ. മോനെ, എത്ര നിന്റെ കൂലി? എന്നാപ്പാ ചെറിയ പണിയല്ലേ, ഒരു 500 റുപ്യ. മോനെ, ഇത് 450 റുപ്യുള്ളൂ. 50 റുപ്യ നിനക്ക് ഞാൻ നാളെ വീട്ടിൽ കൊണ്ടുതരാം. ബാപ്പ പണിയിട്ടില്ലേ? ഇന്ന് എന്തായാലും പുതിയ ബാഗ് വാങ്ങിച്ചേരണം. ആ വണ്ടിക്ക് വെച്ച പൈസ ഇല്ലേ, അത് എടുത്തിട്ട് കൊടുക്ക. അല്ല വേണ്ട, ഇത് നിങ്ങൾ തന്നെ വെച്ചോ. വെച്ച മോനെ? വെച്ചോ. ബാപ്പ ബാഗ് വാങ്ങിനാ? ഇല്ല മോളെ. അതെ, പാപ്പ പറയുന്നൊന്ന് കേക്ക്. ബാപ്പ ബാഗ് വാങ്ങിച്ചേരൊന്ന് പറഞ്ഞല്ലേ പണിക്ക് പോയത്? പണിക്ക് പോവുകയും ചെയ്തിന് ബാപ്പാക്ക് പൈസയും കിട്ടീനി. പിന്നെന്താ ബാഗ് വാങ്ങിക്കാത്ത? ബാപ്പ പണിയെടുക്കുന്ന വീട്ടില് അമ്മൂമ്മക്ക് തീരെ സുഖമില്ല. അവർക്ക് ആശുപത്രി പോകാൻ പൈസ ഇല്ലേത്തി. ബാപ്പാക്ക് തന്ന പൈസ ബാപ്പ അവർക്ക് തിരിച്ചു കൊടുത്തു. നോക്ക്, ബാപ്പാനോട് ദേഷ്യമെല്ലാം മാറിയാ? ദേഷ്യമൊക്കെ മാറി. പക്ഷെ ഈ മുത്തെന്തിനാന്നറിയോ? ഇതിന് പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചനും തനിക്കും. ഒരു ബാപ്പ പണിക്ക് പോയിട്ട് പൈസ എനിക്ക് ബാഗ് വാങ്ങിച്ചാൽ മതി. നല്ല മോള് കേട്ടാ.